ശ്രീ മതിലകം ക്ഷേത്രം കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രം തലക്കളത്തൂർ ഗ്രാമത്തിലെ ശാന്തമായ ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ശാന്താവസ്ഥയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നൽകുന്നു. ലക്ഷ്മി നാരായണ നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ. ഇവിടെ ഭഗവാൻ ശംഖ്, ചക്രം, ഗദ എന്നിവ വഹിച്ചുകൊണ്ട് ഒന്നിലധികം കൈകളുള്ള രൂപത്തിൽ നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവന് സമാനമായ സ്ഥാനമുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പമുണ്ട്. ഗണപതി, ശാസ്താവ്, ഭഗവതി എന്നിവർ ചെറിയ ദേവതകളാണ്. വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വലതുവശത്ത് ഗണപതിയുണ്ട്. ഗണപതി ദേവതാ രൂപത്തിലാണ്. മറ്റ് ക്ഷേത്രങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ടായിരുന്നു. അത് പിന്നീട് സ്ഥാപിക്കപ്പെട്ടു. ഭഗവതിയെ കണ്ണാടി രൂപത്തിലാണ് പ്രതിനിധീകരിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായിട്ടാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പരിസരത്തിൻ്റെ പ്രധാന മൂലയിലാണ് ശാസ്താവ്. ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു. ക്ഷേത്രത്തിന്റെ ചൈതന്യം അഗസ്ത്യമുനിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു. AD 883 തലക്കളത്തൂർ ചേര രാജാവ് ശിലാലിഖിതം സ്ഥാപിച്ചതിന്റെ ചരിത്രരേഖകളുണ്ട്. 1969 ഒരു തീപിടുത്തം ക്ഷേത്രത്തിന്റെ പൂർണ്ണനാശത്തിലേക്ക് നയിച്ചു. ഈ തീപിടുത്തത്തിന് പിന്നിൽ ടിപ്പു സുൽത്താനാണെന്ന് പറയപ്പെടുന്നു. അടുത്ത 12 വർഷക്കാലം ക്ഷേത്രം നാശത്തിന്റെ വക്കിലായിരുന്നു. 1981 ക്ഷേത്ര ഭക്തർ ഒത്തുചേർന്ന് ഭരണസമിതി രൂപീകരിച്ചു. സാമൂതിരി രാജാവ് ട്രസ്റ്റ് അംഗമായി. 2004 ജൂൺ 23 ക്ഷേത്രത്തിൽ 5 ദേവതകളെ ഒരേ സമയം പ്രതിഷ്ഠിച്ചു.